ഹലോ എവ്രിവൺ, ഞാൻ വർഷ പ്രഭാകർ. 2008 മെയ് 14 ഇന്ത്യയിലെ നോയിഡയിൽ ഡോക്ടേഴ്സ് ദമ്പതികളായ ഡോക്ടർ രാജേഷിൻ്റെയും ഡോക്ടർ നൂപൂറിൻ്റെയും ഏകമകൾ ആരുഷി അവളുടെ റൂമിൽ കഴുത്തറക്കപ്പെട്ട രീതിയിൽ മരണപ്പെട്ട് കിടക്കുന്നത് കാണുകയുണ്ടായി. ഒരുപാട് നാളത്തെ കേസന്വേഷണത്തിന് ശേഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവളുടെ മാതാപിതാക്കൾ അറസ്റ്റിലായി. 2013 നീതിപീഠം അവർക്ക് 14 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. എന്നാൽ 4 വർഷത്തിനു ശേഷം 2017 അവർ ജയിൽ വിമോചിതരായി. ഇന്ത്യയെ മൊത്തം പിടിച്ചുകുലുക്കിയ ആരുഷി മർഡർ കേസിനു പിന്നിൽ പിന്നെ ആര്? വീഡിയോയ്ക്കുള്ളിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഇടാൻ പോകുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയുടെ ഉള്ളിലേക്ക് പോവാം. 1994 മെയ് 24 അന്നായിരുന്നു ആരുഷി ജനിച്ചത്. ആരുഷി വളർന്നതും പഠിച്ചതും ഡൽഹിയിലായിരുന്നു. ആരുഷിയുടെ പഠനമാകട്ടെ ഡൽഹിയിലെ പബ്ലിക് സ്കൂളിലും. ആരുഷിയുടെ മാതാപിതാക്കൾ രണ്ടുപേരും ഡെന്റിസ്റ്റ് ആയിരുന്നു. ഫാമിലി സുഹൃത്തായ അനിതയുടെയും റാഫൂളിൻ്റെയും ക്ലിനിക് ഷെയർ ചെയ്താണ് അവർ ജോലി ചെയ്തു വന്നിരുന്നത്. ആരുഷിയുടെ വീട്ടിൽ മാതാപിതാക്കളല്ലാതെ ഹേംരാജ് എന്നു പേരുള്ള ഒരു വേലക്കാരൻ കൂടിയുണ്ടായിരുന്നു. അയാൾ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ജോലി ചെയ്തു വന്നിരുന്നത്. അയാൾക്കായി ആ വീട്ടിൽ സെപ്പറേറ്റ് ഒരു റൂമും ഉണ്ടായിരുന്നു. ആരുഷി മരണപ്പെട്ട ദിവസത്തെ സംഭവങ്ങൾ ഇങ്ങനെ. മെയ് 15 ഉച്ചയ്ക്ക് ആരുഷിയുടെ അമ്മ ഡോക്ടർ നൂപൂർ ആരുഷിയെ സ്കൂളിൽ നിന്നും കൂട്ടിയിട്ട് വരുന്നു. ആരുഷിയുടെ അമ്മ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ആരുഷിയെയും വേലക്കാരൻ ഹേംരാജിനെയും വീട്ടിൽ തനിച്ചാക്കിക്കൊണ്ട് അമ്മ ജോലിക്ക് പോയി. സമയം രാത്രി 7:30. ആരുഷിയുടെ അമ്മ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി. സമയം രാത്രി 9:30. ആരുഷിയുടെ അച്ഛൻ ഡോക്ടർ രാജേഷ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. കാറിൽ നിന്നിറങ്ങിയതിന് ശേഷം അവർ ഡ്രൈവറോട് കാർ അടുത്തുള്ള കുടുംബ വീട്ടിൽ പാർക്ക് ചെയ്തു വരുന്നതിനു വേണ്ടി പറഞ്ഞു. കാരണം അവരുടെ വീട്ടിൽ കാർ പാർക്ക് ചെയ്യുന്നതിനാവശ്യമായ സ്ഥലം ഇല്ലായിരുന്നു. കാർ പാർക്ക് ചെയ്തതിനു ശേഷം ഡ്രൈവർ കീയുമായി ആരുഷിയുടെ വീട്ടിലെത്തി. അപ്പോൾ സമയം 9:40. ആ സമയം ആരുഷിയും അമ്മയും ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആരുഷിയുടെ അച്ഛൻ അടുത്തുള്ള ബെഡ്റൂമിലെ ഡോറോടുകൂടി ചാരി നിപ്പുണ്ടായിരുന്നു. ഹേംരാജ് ആകട്ടെ അടുക്കളയിൽ വിഭവങ്ങൾ ഉണ്ടാക്കി വിളമ്പുകയായിരുന്നു. ആ ഒരു നിമിഷമായിരുന്നു പുറത്തുനിന്നൊരാൾ ആരുഷിയെ ജീവനോടെ കണ്ട അവസാന നിമിഷം. സമയം രാത്രി 10 മണി മുതൽ 11 മണി വരെ. ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും റൂമിലേക്ക് പോയി. ആരുഷിയുടെ പിറന്നാൾ അടുത്തു വരികയായിരുന്നു. അവൾക്ക് സമ്മാനിക്കുന്നതിനു വേണ്ടി രണ്ടുപേരും ചേർന്ന് ഒരു ഡിജിറ്റൽ ക്യാമറ വാങ്ങിയിരുന്നു. പിറന്നാൾ ദിവസത്തിന് മുന്നേ അവർ ആ ക്യാമറ ആരുഷിക്ക് സമ്മാനിക്കാൻ തീരുമാനിച്ചു. അന്നേ ദിവസം തന്നെ അവർ ആ ക്യാമറ ആരുഷിക്ക് സമ്മാനിച്ചു. ആ ക്യാമറയിൽ ഒരുപാട് ഫോട്ടോസ് എടുത്തതിന് ശേഷം എല്ലാവരും ഉറങ്ങുന്നതിന് വേണ്ടി റൂമുകളിലേക്ക് പോയി. സമയം രാത്രി 11 മണി മുതൽ 12 മണി വരെ. ഡോക്ടർ രാജേഷ് ഭാര്യയോട് പറഞ്ഞു ആരുഷിയുടെ റൂമിലെ റൂട്ടർ ഓൺ ചെയ്തു വരുന്നതിന് വേണ്ടി. ആരുഷിയുടെ അമ്മ ആരുഷിയുടെ റൂമിലെത്തി റൂട്ടർ ഓൺ ചെയ്തു. ആ സമയം ആരുഷി ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ ബുക്കിൻ്റെ പേരിങ്ങനെയാണ്, 3 മിസ്റ്റേക്ക് ഇൻ മൈ ലൈഫ്. റൂട്ടർ ഓൺ ചെയ്തതിന് ശേഷം നൂപൂർ റൂമിൽ തിരിച്ചെത്തി. ആ സമയത്ത് രാജേഷിന് ഒരു ഫോൺ കോൾ വന്നു. സമയം രാത്രി 12 മണിക്ക് ശേഷം ആരുഷിയുടെ ഫോണിലേക്ക് സുഹൃത്ത് തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആരുഷിയുടെ ഫോൺ നോട്ട് റീച്ചബിൾ ആയിരുന്നു. ലാൻഡ് ലൈനിലേക്കും ഒരുപാട് നേരം വിളിച്ചു, എന്നാൽ കിട്ടിയില്ല. ആരുഷിയുടെ ഫോൺ 9 മണി മുതൽ 10 മണി വരെ മാത്രമായിരുന്നു റീച്ചായി ഇരുന്നത്. അവസാനം ആരുഷിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് മാത്രം ചെയ്തിട്ടു ആ സുഹൃത്ത്. റൂട്ടറിൽ അവസാനമായി കാണിച്ച സമയം 12:08 ആയിരുന്നു. അതിനർത്ഥം 12:08 വരെ രാജേഷ് ഓൺലൈനിൽ ഉണ്ടായിരുന്നു. എന്നാൽ
ആ ഒരു സമയം മുതൽ രാവിലെ 6 മണിവരെ ആരുഷിയുടെ വീട്ടിൽ എന്താണ് നടന്നതെന്ന് ആർക്കും അറിയില്ല. ആരുഷി താമസിച്ചു വന്നിരുന്ന അപ്പാർട്ട്മെന്റിന്റെ രൂപഘടന ഇങ്ങനെയാണ്. 3 ബെഡ്റൂമാണ് ആ അപ്പാർട്ട്മെന്റിനുള്ളത്. അതിലെ മുന്നിലെ ബെഡ്റൂം ഹേംരാജിൻ്റെതായിരുന്നു. അതിനുശേഷം വലിയ ഒരു ഹാൾ, അതിനുശേഷം ആരുഷിയുടെ ബെഡ്റൂം. ആരുഷിയുടെ ബെഡ്റൂമിന് ശേഷം പാരൻസിൻ്റെ ബെഡ്റൂമായിരുന്നു. ആ അപ്പാർട്ട്മെന്റിന് 3 ഗേറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഒരു ഗ്രിൽ ഗേറ്റ്, സെക്കൻഡ് ഒരു ഗ്രിൽ ഗേറ്റ്, അവസാനമായി ഒരു വുഡൻ ഡോറായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമുണ്ട്. വേലക്കാരൻ ഹേംരാജിൻ്റെ റൂമിലേക്കും റൂമിൽ നിന്ന് പുറത്തും ഈ 3 വാതിലുകളുടെ അല്ലാതെ നമുക്ക് പോകാവുന്നതാണ്. മെയ് 16, 2008 രാവിലെ ആരുഷിയുടെ വീട്ടിൽ വേറൊരു സെർവൻ്റ് കൂടെ ജോലി ചെയ്യുന്നുണ്ട്. അവർ അവിടെ വന്നിട്ട് 8 ദിവസമേ ആയിട്ടുള്ളൂ. അവരുടെ തുടർച്ചയായുള്ള ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് രാജേഷിന്റെ വൈഫ് നൂപുർ ഉറക്കമുണർന്നത്. അവർ പുറത്തേക്ക് വന്നു. എന്താണ് ഹേംരാജ് വാതിൽ തുറക്കാത്തത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ പുറത്തേക്ക് വന്നത്. താഴെ നിന്ന് സെർവൻ്റ് പറഞ്ഞു, വാതിൽ അടച്ചിരിക്കുകയാണ്. നൂപുർ ചിന്തിച്ചു, പാല് വാങ്ങാൻ പോയപ്പോൾ ഹേംരാജ് വാതിൽ അടച്ചിട്ട് പോയതായിരിക്കാം. അവർ ഹേംരാജിന്റെ ഫോണിലേക്ക് വിളിച്ചു. എന്നാൽ ഫോൺ അറ്റൻഡ് ചെയ്ത് 2 സെക്കൻഡിനുള്ളിൽ ഫോൺ കട്ടായി. വീണ്ടും വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. താഴെ നിന്ന് സെർവൻ്റ് പറഞ്ഞു, എക്സ്ട്രാ കീ താഴേക്ക് ഇട്ട് തന്നാൽ മതി, ഞാൻ തുറന്ന് മുകളിലേക്ക് വരാം. എന്നാൽ നൂപുർ പറഞ്ഞു, ആ വാതിലുകൾ അടച്ചിട്ടുണ്ടോ എന്ന് ചെന്ന് നോക്കുന്നതിനു വേണ്ടി. എന്നാൽ സെർവൻ്റ് പറഞ്ഞു, അവിടെ ചെന്ന് ആ ഡോർ ഇനി അടച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ താഴോട്ട് വരണ്ടേ, മേഡം ആ കീ എനിക്ക് താഴോട്ട് ഇട്ട് തന്നാൽ മതിയെന്ന് ആ സെർവൻ്റ് പറഞ്ഞു. ആ സമയത്താണ് ഡോക്ടർ രാജേഷ് ഉറക്കമുണർന്ന് വന്നത്. അവർ ഉറക്കമുണർന്ന് വന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെ ഒരു വിസ്കി ബോട്ടിൽ വെച്ചിരിക്കുന്നു. അതെടുത്ത് നോക്കിയ സമയത്താണ് ആരുഷിയുടെ റൂമിൽ അലാറം അടിച്ചത്. ആരുഷിയുടെ റൂം തുറന്നിരിക്കുകയായിരുന്നു. സാധാരണ ആരുഷിയുടെ റൂം ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് വെച്ചിരിക്കുന്നത്. അതായത് ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ലോക്കാകും. പിന്നെ ഉള്ളിൽ നിന്ന് മാത്രമേ ഡോർ തുറക്കാൻ കഴിയുകയുള്ളൂ. പുറത്ത് നിന്ന് തുറക്കണമെങ്കിൽ കീ ആവശ്യമാണ്. എന്നാൽ അവിടെ ആരുഷിയുടെ റൂം തുറന്നു കിടക്കുകയായിരുന്നു. ആരുഷിയുടെ അച്ഛൻ ഡോക്ടർ രാജേഷ് ആരുഷിയുടെ റൂമിനടുത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് കണ്ടപ്പോൾ ആ അച്ഛൻ തകർന്നുപോയി. തൻ്റെ മകൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് ആ അച്ഛൻ കണ്ടത്, കഴുത്തറക്കപ്പെട്ട നിലയിൽ. ഈ സമയത്താണ് സെർവൻ്റ് ആദ്യത്തെ ഡോർ തുറന്ന് അകത്ത് കടക്കുന്നത്. ആ വാതിൽ അടച്ചിട്ടില്ലായിരുന്നു. അതുപോലെ രണ്ടാമത്തെ വാതിലും. ഡോക്ടർ രാജേഷ് കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ആ കരച്ചിൽ കണ്ട് വന്ന ഡോക്ടർ നൂപുർ ആ കാഴ്ച കണ്ട് നിശ്ചലയായിരുന്നു എന്നാണ് സെർവൻ്റ് പോലീസിനോട് കൊടുത്ത മൊഴി. ഡോക്ടർ രാജേഷ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു, ഹേംരാജ് ചെയ്തത് കണ്ടില്ലേ, ഹേംരാജ് ചെയ്തത് കണ്ടില്ലേ എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുകയുണ്ടായിരുന്നു. വിവരമറിഞ്ഞ് പോലീസ് എത്തി. എന്നാൽ പോലീസ് വരുന്നതിനു മുൻപേ നിറയെ പേർ അവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ക്രൈം സ്പോട്ടിലെ നിറയെ DNA ആധാരങ്ങൾ നഷ്ടമായിരുന്നു. ആരായിരിക്കും ഈ കൊലയ്ക്കു പിന്നിൽ? ആരായിരിക്കും ഈ കൊല ചെയ്തത്? കുഴപ്പിക്കുന്ന നിറയെ തിയറികൾ പറയുന്നുണ്ട് ആരുഷിയുടെ ഈ കൊലപാതകത്തെ പറ്റി. തിയറി 1. ക്രൈം സ്പോട്ടിലേക്ക് വന്ന ചിലർ അപ്സ്റ്റെയറിൽ രക്തത്തുള്ളികളും രക്തക്കാൽപ്പാടുകളും കണ്ടു. രാജേഷിനോട് ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വേഗം പോയി അത് തുടച്ചു കളഞ്ഞു. മാത്രമല്ല, ടെറസിലെ കീ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ റൂമിൽ പോയി കതകടച്ചിരുന്നു. സോ അന്ന് പോലീസിന് ആ ടെറസ് ആക്സസ് ചെയ്യാൻ സാധിച്ചില്ല.
പിന്നീട് ടെറസ് തുറന്നപ്പോൾ അഴുകിയ നിലയിൽ ഹേംരാജിന്റെ ബോഡി കാണപ്പെട്ടു. ആരുഷി കൊല്ലപ്പെട്ട അതേ രീതിയിലായിരുന്നു ആ കൊലപാതകവും. അങ്ങനെ ആരുഷിയുടെ കൊലപാതകം വേറൊരു ദിശ നോക്കി സഞ്ചരിച്ചു. തിയറി 2. ഹേംരാജിനെ കൊന്നതിന് ശേഷം ഒരു ബെഡ്ഷീറ്റിൽ കെട്ടി ടെറസിലേക്ക് കൊണ്ടുപോയി ഇട്ടതായിരിക്കാം. അവിടെ കണ്ടെത്തിയ വിസ്കി ബോട്ടിലിൽ ആരുഷിയുടെയും ഹേംരാജിന്റെയും ഫിംഗർ പ്രിന്റ് ഉണ്ടായിരുന്നു. ക്രൈം സീൻ മൊത്തമായി മാറ്റാനുള്ള ഒരു ശ്രമം അവിടെ നടന്നിരുന്നു. ആരുഷിയുടെ റൂം സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പറഞ്ഞു. ആരുഷിയുടെ അച്ഛൻ ഡോക്ടർ രാജേഷ് അദ്ദേഹത്തിന്റെ സഹോദരനെയും പോലീസിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി അറിയാൻ സാധിച്ചു. അതെന്തിനാണെന്ന് വെച്ചാൽ തൻ്റെ മകൾ പീഡനത്തിനിരയായി എന്ന് ഓട്ടോപ്സി റിപ്പോർട്ടിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ശ്രമം നടത്തിയത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ആരുഷിയും വേലക്കാരനായ ഹേംരാജും തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഡോക്ടർ രാജേഷ് കണ്ടിരിക്കാം. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ രണ്ടുപേരെയും കൊന്നതായിരിക്കാം എന്നാണ് പോലീസ് പറയുന്നത്. മെയ് 24 ഡോക്ടർ രാജേഷിനെയും ഭാര്യയായ ഡോക്ടർ നൂപൂറിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥ കുറ്റവാളികളെ കിട്ടാത്തതുകൊണ്ടാണ് തങ്ങളെ അറസ്റ്റ് ചെയ്തതെന്ന് ഈ ഡോക്ടേഴ്സ് ദമ്പതികൾ വാദിക്കുന്നു. അങ്ങനെ കേസ് പോലീസിൽ നിന്നും CBIയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. തിയറി 3. പോലീസ് രാജേഷിനെയും നൂപൂറിനെയും റിലീസ് ചെയ്യുന്നു. അതിനുശേഷം രാജേഷിന്റെ ക്ലിനിക്കിലെ അസിസ്റ്റന്റായ കൃഷ്ണയെ അറസ്റ്റ് ചെയ്യുന്നു. കൃഷ്ണയുടെ കൂടെ രാജ്കുമാർ, വിജയ് മണ്ഡൽ എന്നീ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കൃഷ്ണയുടെ റൂമിൽ നിന്ന് രക്തമുള്ള കത്തിയും തലയണ കവറും ലഭിച്ചു. ഈ രക്തമുള്ള കത്തിയും തലയണ കവറും ഫോറൻസിക് ലാബിലേക്ക് അയച്ചതിൻ്റെ റിസൾട്ട് ഇങ്ങനെയായിരുന്നു. ആ ബ്ലഡ് സാമ്പിൾ ഹേംരാജിൻ്റെതായിരുന്നു. കൃഷ്ണ ഡോക്ടർ രാജേഷിന്റെ ക്ലിനിക്കിൽ അസിസ്റ്റന്റായി വർക്ക് ചെയ്തു വന്നിരുന്ന ആളാണ്. അയാൾക്ക് ആരുഷിയുടെ മേൽ ഒരു അഫെക്ഷൻ ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ രാജേഷ് ക്ലിനിക്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൃഷ്ണയെ ഇൻസൾട്ട് ചെയ്യുകയുണ്ടായി. ആ ഇൻസൾട്ട് ചെയ്തതിനെ പകരം വീട്ടുന്നതിന് വേണ്ടിയാണ് കൃഷ്ണ ഇങ്ങനെ ചെയ്തത്. സംഭവം നടന്ന അന്ന് രാത്രി കൃഷ്ണയും സുഹൃത്തുക്കളും ഹേംരാജിന്റെ റൂമിൽ താമസിച്ചിരുന്നു. അവർ ആ റൂമിൽ താമസിച്ച് മദ്യപിച്ചതിനായി തെളിവുകളുണ്ട്. എന്നാൽ ഹേംരാജിനൊഴികെ വീട്ടിലെ ആർക്കും ഇതേക്കുറിച്ച് അറിയില്ലായിരുന്നു. മദ്യപിച്ചതിന് ശേഷം ഇവർ ആരുഷിയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇത് കണ്ട് ഹേംരാജ് അത് തടഞ്ഞു. ഇവർ 3 പേരും ഹേംരാജിനെ ടെറസിലേക്ക് കൊണ്ടുപോയി സംസാരിച്ചു. എന്നാൽ ഹേംരാജ് സമ്മതിച്ചില്ല. അതാണ് ഹേംരാജിനെയും കൊല്ലുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചത്. കാലിലെ ചെരുപ്പ് ഡെഡ് ബോഡിക്ക് സമീപം കണ്ടെത്തിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് വന്നത്. അങ്ങനെ കൃഷ്ണയും സുഹൃത്തുക്കളും ഹേംരാജിനെ കൊന്നതിനു ശേഷം ആരുഷിയെയും കൊല്ലുകയായിരുന്നു. ഇതെല്ലാം നാർക്കോ അനാലിസിസ് ചെയ്താണ് ഇവരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ കോടതിയിൽ ഇതൊന്നും തെളിയിക്കാൻ സാധിച്ചില്ല. കാരണം നാർക്കോ അനാലിസിസ് റിപ്പോർട്ട് കോടതിയിൽ ഒരു പ്രൂഫായി എടുക്കില്ല. CBI ടീം ചേഞ്ച് ചെയ്തു. പാരൻസ് തന്നെയാണ് കൊലപാതകത്തിന് കാരണമെന്ന് പറഞ്ഞു. കാരണം അന്നേ ദിവസം രാത്രി ഡോക്ടർ രാജേഷ് ഒരു സൗണ്ട് കേട്ട് എണീറ്റിരുന്നു. ആ സൗണ്ട് കേട്ട് എണീറ്റ് അയാൾ പുറത്തേക്കിറങ്ങി. ആ സമയം ഹേംരാജിന്റെ റൂമിൽ പോയി നോക്കിയപ്പോൾ അയാളെ അവിടെ കണ്ടിരുന്നില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റിക്ക് എടുത്ത് അയാൾ ആരുഷിയുടെ റൂമിലേക്കെത്തി. ആരുഷിയുടെ റൂമിൽ ഹേംരാജും ആരുഷിയും തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് കാണാനിടയാകുകയും അദ്ദേഹം ഹേംരാജിന്റെ തലയ്ക്ക് അടിക്കുകയും ചെയ്യുന്നു. രണ്ടാമത് അടിയടിച്ചപ്പോൾ അത് അറിയാതെ ആരുഷിയുടെ തലയ്ക്ക് കൊള്ളുകയാണ് ഉണ്ടായത്. അങ്ങനെ രണ്ടുപേരും മരണപ്പെട്ടു.
കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടിയാണ് ഹേംരാജിന്റെ ഡെഡ് ബോഡി മുകളിൽ കൊണ്ടുപോയി ഇടുകയും കഴുത്തറക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ആരുഷിയുടെയും കഴുത്ത് അറത്തത്. അതിനുശേഷം റൂമെല്ലാം ക്ലീൻ ചെയ്തു. വീടിന് പുറത്തു പോയതിനു ശേഷം വാതിലടച്ച് ഹേംരാജിന്റെ റൂമിനുള്ളിലൂടെ അവർ പുറത്തേക്ക് വന്ന് എല്ലാ ഡോറും അടച്ചതിന് ശേഷം അവർ വീണ്ടും ഹേംരാജിന്റെ റൂമിലൂടെ അകത്തേക്കു കയറി. രാജേഷ് ഒരു വിസ്കി ബോട്ടിൽ കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അതിനുശേഷം ആ വിസ്കി ബോട്ടിൽ അവിടെ തന്നെ വെച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. ഒരുപാട് വിചാരണയ്ക്ക് ശേഷം 2013 പേരൻസിന് 14 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. എന്നാൽ 2017 ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നതിന് ഒരു ആധാരങ്ങളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അവരെ വിട്ടയച്ചു. കോടതി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഒരുപക്ഷെ ഇവർ ഈ കൊലപാതകം ചെയ്തിരിക്കാം, എന്നാൽ അവർ ചെയ്തതിനായി ഒരു എവിഡൻസും ഇല്ല. അതുകൊണ്ട് കോടതി ഇവരെ വെറുതെ വിട്ടു. CBIയിലെ ഉന്നത ഉദ്യോഗസ്ഥനായ AB സിംഗ് അദ്ദേഹം പറഞ്ഞു, കുറ്റം നടന്ന സ്ഥലത്ത് നിന്ന് ഒന്നും കിട്ടാത്തതിനാലാണ് കേസ് തോറ്റുപോയത്. ക്രൈം സ്പോട്ടിലേക്ക് പോലീസ് എത്തിയ സമയത്തെ നിറയെ ആധാരങ്ങളും DNA-യും നശിച്ചു പോയിരുന്നു. 2015 ഒക്ടോബർ 2 തൽവാർ എന്ന ഒരു ബോളിവുഡ് മൂവി ഈ സംഭവത്തെ ആസ്പദമാക്കി ഇറങ്ങുകയുണ്ടായി. വൻ വിജയമായിരുന്നു ആ സിനിമ നേടിത്തന്നത്. ആരുഷിയുടെ ഈ കൊലപാതകത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. കൃഷ്ണ സമ്മതിച്ചല്ലോ താനാണ് കൊലപാതകം ചെയ്തതെന്ന്. പിന്നെന്തിനാണ് വീണ്ടും ഒരു അന്വേഷണം വന്നത്? മാത്രമല്ല, എന്തുകൊണ്ടാണ് ചാവി ചോദിച്ചപ്പോൾ ഡോക്ടർ രാജേഷ് ഒന്നും മിണ്ടാതെ അകത്തുപോയി വാതിലടച്ചിരുന്നത്? അതുപോലെ പാരൻസ് ആണ് കൊല ചെയ്തതെങ്കിൽ എന്തുകൊണ്ട് തെളിവായ ആ വിസ്കി ബോട്ടിൽ നശിപ്പിച്ചില്ല? ബാക്കി തെളിവുകളെല്ലാം അവർ നശിപ്പിച്ചിരുന്നു, എന്നാൽ ആ വിസ്കി ബോട്ടിൽ മാത്രം അവർ നശിപ്പിച്ചില്ല. ഇനി കൃഷ്ണയാണ് ഈ കൊലപാതകത്തിനു പിന്നിലെങ്കിൽ, അങ്ങനെ ഒരു കൊലപാതകം അവിടെ നടന്നപ്പോൾ എന്തുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന പാരൻസ് ഇതൊന്നും അറിഞ്ഞില്ല, ഒരു ശബ്ദവും കേട്ടില്ല? ഇങ്ങനെ ആരുഷി മർഡർ കേസിൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരിക്കും ചോദിക്കാൻ. നിങ്ങളുടെ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടേക്ക് കെയർ. ബൈ.